മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടരുത് എന്ന് സാധാരണ നമ്മൾ പറയാറില്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, നീ എന്തിനാണ് അവരുടെ കാര്യത്തിൽ തലയിടുന്നത്? ഇതിന് സമാനമായ ഒരു ഇംഗ്ലീഷ് ഇഡിയമുണ്ട്, ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. പക്ഷേ അവിടെ തലയിടുക എന്നല്ല, തലയ്ക്ക് പകരം മൂക്കാണ്. അപ്പോൾ എന്താണ് ഇഡിയം എന്ന് നമുക്ക് നോക്കാം. കീപ് യുവർ നോസ് ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ്. ഇത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ തികച്ചും അനൗപചാരികമായി പറയുന്ന ഒരു ഇഡിയമാണ്. ഒരല്പം കാർക്കശ്യത്തോടു കൂടിയും നമുക്കൊരാളോട് ഏകദേശം ആജ്ഞാപിക്കാം എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ഉള്ള ആളുകളോട് പറയാവുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനോടും അതേപോലെ വളരെ അടുത്ത ആളുകളോടൊക്കെ നമുക്ക് പറയാം. ദിസ് ഈസ് എ പ്രൈവറ്റ് മാറ്റർ ബിറ്റ്വീൻ അസ്, പ്ലീസ് കീപ് യുവർ നോസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു സ്വകാര്യമായ കാര്യമാണ്, ദയവ് ചെയ്ത് ഇതിൽ വന്ന് തലയിടരുത്. മൈ മദർ ടോൾഡ് ദ നൈബേഴ്സ് ടു കീപ് ദെയർ നോസ് ഔട്ട് ഓഫ് അവർ ഫാമിലി മാറ്റേഴ്സ്. അതിൽ നിന്ന് മാറി നിൽക്കണം. ദിസ് ഈസ് ദ മാനേജേഴ്സ് ഡിസിഷൻ, സോ പ്ലീസ് കീപ് യുവർ നോസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതേ മാനേജറുടെ തീരുമാനമാണ്, അതിൽ കയറി ഇടപെടണ്ട, വിട്ടു നിൽക്കതിന്. ഷീ നെവർ കീപ്സ് ഹർ നോസ് ഔട്ട് ഓഫ് അതർ പീപ്പിൾസ് ബിസിനസ്. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അവൾ ഇടപെടാതിരിക്കാറില്ല. ഐ ടോൾഡ് ഹിം ടു കീപ് ഹിസ് നോസ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ അവനോട് പറഞ്ഞു, അതിൽ ഇടപെടരുത്, അതിൽ നിന്ന് മാറി നിൽക്കുക. യു ഷുഡ് കീപ് യുവർ നോസ് ഔട്ട് ഓഫ് ദെയർ ആർഗ്യുമെൻറ്റ്. അവരുടെ വാദപ്രതിവാദത്തിൽ നീ എന്തിനാണ് പോയി തലയിടുന്നത്? അവരുടെ ആർഗ്യുമെൻറ്റിൽ നീ തലയിടരുത്. ഇതിന് തത്തുല്യമായ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു പ്രയോഗമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ്. ഇതൊക്കെ വളരെ പ്ലെയിനായി പറയുന്നതിന് പകരം ഒരു ഇഡിയമാറ്റിക് സ്റ്റൈലിൽ, ഒരു പ്രയോഗ ശൈലിയിൽ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കീപ് യുവർ നോസ് ഔട്ട് ഓഫ് ഇറ്റ്. അതിൽ ഇടപെടരുത്. ഓക്കെ, താങ്ക് യു.